പെരുന്നാക്ക് ഇവിടുന്ന് നിസ്കരിച്ചിരുന്ന പള്ളിയായിരുന്നു. ചെറിയ പള്ളിയിൽ പെരുന്നാക്കാകുമ്പോൾ ഇഷ്ടംപോലെ ആളുണ്ടാവും. അപ്പോൾ പെരുന്നാക്ക് ആൾ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ ഇറങ്ങും. അങ്ങനെ ആ ഗ്രൗണ്ടിലാണ് നിസ്കരിച്ചിരുന്നത്, പള്ളിയിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ട്. ഇനി ഈദ്ഗാഹ് എന്ന് പറയും, ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന മുസല്ല, നിസ്കാര സ്ഥലത്തിനാണെന്ന് പറയാം ഈദ്ഗാഹ് പറയാം. സ്കൂൾ ഗ്രൗണ്ടോ പിന്നെ നായ്ക്കളും പൂച്ചകളും ഇതൊക്കെ ഉള്ളിടത്തല്ല. അത് എന്താണ്, ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ അമീർ നിശ്ചയിക്കുന്നതിനാണ് ഈദ്ഗാഹ് എന്ന് പറയാം. നമ്മളെ നാട്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ മറ്റൊക്കെ കാണാം. അതുകൊണ്ട് താഴ്ത്താവില്ല. ഇസ്ലാമിക തരത്തിലൊക്കെ ഉണ്ടാവും കടപ്പുറം. അതല്ല, ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ അമീർ നിസ്കാരത്തിന് നിശ്ചയിക്കപ്പെടുന്ന മുസല്ലാറ നിസ്കാരത്തിൽ, അതാണ് ഈ ഈദ്ഗാഹ് എന്ന് പറയുന്നത്. അത് അനുകരിച്ചുകൊണ്ട് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈദ്ഗാഹ്. പോട്ടെ, നമ്മളെ വിഷയം അൽഹംദുലില്ലാ. അപ്പോൾ അത് നിസ്കാര സ്ഥലമായിരുന്നു പെരുന്നാക്കളുടെ. അൽഹംദുലില്ലാ, മുത്തുനബിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പച്ച കുബ്ബ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റാഹത്താണ്. കുബ്ബ പിന്നീട് വന്നതാണ്, റസൂലുള്ളാഹിൻ്റെ കാലത്തില്ല. ആയിഷ ബീവിയുടെ വീടാണ്. അതിൻ്റെ മുകളിൽ പിന്നെ എന്താണ്, പുതിയ ബിൽഡിംഗ് വന്ന് കുബ്ബ വന്നതാണെങ്കിലും നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കുന്ന ആ കാഴ്ച ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുക എന്നുള്ള വിശ്വാസത്തിലൂടെ ഒരു കാര്യമാണ്. ഈ പച്ചക്കുബയെക്കുറിച്ച് എത്രയാണ് നമ്മൾ പാട്ടുകൾ കേട്ടത്, എത്രയാണ് മതകളുള്ളത്, എത്രയാണ് പ്രസംഗങ്ങൾ കേട്ടത്. ആ പച്ചക്കുബയുടെ താഴെ കിടക്കുന്ന പുന്നാരി നബിയുടെ മദഹാണ് അതിൻ്റെ അർത്ഥം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, പച്ചക്കുബയുടെ അടുത്തുനിന്ന് സലാം പറഞ്ഞ് നമ്മൾ പിരിയാണ്. എന്ത് ചെയ്യണം, റൗളുള്ള ആളുകൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറണം. ആണുങ്ങൾ റൗളുള്ള ആളുകളുണ്ടല്ലോ, വേഗം ഉള്ളിലേക്ക് കയറിക്കോളി. നേരത്തെ തന്നെ എന്താണ്, കുറച്ച് നേരം ഇവിടെ പള്ളിയിൽ പക്കത്തിൽ 11 മണി അല്ലേ, 11:20 സമയം ഫുൾ ടൈം 11:50 ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കുറേ മുമ്പ് തന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ നേരത്തെ സെറ്റായിട്ട് കയറാൻ കഴിഞ്ഞാൽ നേരത്തെ അല്ല, റൗളിൽ കയറുന്ന വഴി അതാണ്. അത് ആളിപ്പോൾ ഇറങ്ങി വെക്കാണ്ടില്ലേ, അതിൻ്റെ നേരെ അപ്പുറത്ത് കൂടി അതാ പോണ ആളുകളുണ്ടാവും. അതാണ് റൗദക്ക് പോണ വഴി. അപ്പം ഇൻഷാ അല്ലാഹ് അവിടെ വരി നിന്നാൽ നമുക്ക് അവിടെ ഇങ്ങനെ ആളുകൾ വരി നിന്ന് കയറേണ്ട കാണാം. നേരെ അതിലൂടെ ഇപ്പോൾ ഈ ഇത് വെച്ചിട്ടില്ലേ, ഈ ബാരിക്കേഡ് വെച്ചിക്കണേ, ഇതിൻ്റെ അങ്ങേ തലക്ക് ആ മൂലയ്ക്കാണ് കയറുന്ന സ്ഥലം. അതിൽ കൂടെ അങ്ങനെ കയറുന്ന സ്ഥലങ്ങളും ആളുകൾ നിൽക്കണ പോലീസുമാരൊക്കെ ചെറിയ കോടയൊക്കെ കാണാം. അതിൽ കൂടെയാണ് കയറേണ്ടത്. ഇൻഷാ അല്ലാഹ് എത്തിയ ആളുകൾ, കിട്ടാത്ത ആളുകളും റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലുക. ഏറ്റവും വലുത് റസൂലുള്ളാഹിന്റെ നേരെ മുന്നിൽ പോയിട്ടുള്ള സലാം പറയലാണ്. അത് പറയാം. പോയില്ലേ, 32 പോകാൻ പറഞ്ഞത് പോയില്ലേ, കുറേയൊക്കെ അൽഹംദുലില്ലാ ഒരാളുകൾക്ക് കബൂലാക്കട്ടെ. ഇനി എന്ത് ചെയ്യുക, സമയം നിങ്ങൾ പെട്ടിട്ടൊക്കെ കെട്ടൽ കഴിച്ചു ഫ്രീ ആണ്, പണിയൊന്നും ഇല്ലെങ്കിൽ വീണ്ടും വന്നാൽ ആ സേവിച്ച് പരമാവധി കയറി കിട്ടിയ ആണുങ്ങളുടെ ടൈം ആകുമ്പോൾ ഉണ്ടാവും എന്തായാലും പെണ്ണുങ്ങളെ കയറിയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാലും ഉള്ളിൽ തന്നെ കയറി ഇരിക്കാനും ഉള്ളിൽ തന്നെ വീണ്ടും ഉൾഭാഗങ്ങളൊക്കെ കാണാനും ചേർക്കാനും ഒക്കെ അതിനുള്ളിൽ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ട്. അല്ലാഹു എല്ലാം കബൂലാക്കുമാറാണ്. മദീനത്തെ മലർത്തോപ്പിൽ ഉറങ്ങുന്ന നബിയോരെ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തളം മഴവില്ലിനൊളി പോലെ കരളി ചൊരിയുന്നേ, കൽബ് കണ്ട് കൊതിക്കുന്നേ. ജബലന്നൂർ മലയിലും കയറുമ്പോൾ അവിടം ചരിത്രത്തിൽ വിചിത്രങ്ങൾ തെളിയുന്ന ഹൃദയം. ജബലന്നൂർ മലയിലും കയറുമ്പോൾ അവിടം ചരിത്ര
ശ്രദ്ധിക്കാത്ത സലാം പറയാത്ത ഒരു ഏരിയ നമ്മളെ മുന്നിലുള്ള ജനത്തിൽ പ്രത്യേകം കണ്ടോ? ആ മതില് കണ്ടില്ലേ? ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഇനി അങ്ങോട്ട് നീങ്ങില്ല, എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ആ സൈഡിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഇതുണ്ട്. അവിടെ കണ്ട ട്രെയിനുകൾ നിർത്തിയിട്ടുണ്ടോ? ആ ഏരിയ മൊത്തം പണി നടക്കുകയാണ്. പോലീസുമാർ ആ ഭാഗത്തേക്ക് ചെല്ലാൻ അയക്കൂല. അപ്പോൾ നമുക്ക് പറ്റുന്നത് ഇതിൻ്റെ മുന്നിൽ പോയി നിൽക്കുക, സലാം പറയാം. ഫാത്തിമ ബീവി, അതുപോലെ തന്നെ ആയിഷ ബീവി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, നബിയുടെ മക്കള്, അവരുള്ള അങ്ങനെയുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ് മറവിട്ട് കിടക്കുന്നത്. നിശ്ചിത കബർസ്ഥാനുകളും വലിയ കുമ്പകളും വലിയ മുനാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തകർക്കപ്പെട്ടു. ഇപ്പോൾ സാധാ കബറുമാരി എല്ലാവരും ഒരേ മാതിരി ഇരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാണാൻ കഴിയൂല. പെണ്ണുങ്ങൾക്ക് തീരെ കാണാൻ കഴിയില്ല, പുറത്തുനിന്ന് കാണാനേ കഴിയുള്ളൂ. ആണുങ്ങൾക്ക് നിസ്കാര സമയം മയ്യത്ത് കൊണ്ടുപോകുന്ന സമയം എന്തൊക്കെ പിന്നാലെ പോയാലൊക്കെ കാണാൻ കഴിയും, ഉൾഭാഗം കാണാൻ കഴിയും. ഏതായാലും അൽഹംദുലില്ലാ അവരടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവർക്ക് വേണ്ടി അവരോടും സലാം പറയാം, സുദീകരങ്ങളോടും സലാം പറയാം, ഉമറുള്ളാഹിനോടും സലാം പറയാം, റസൂലുള്ളാഹിനോട് അവസാനമായിട്ട് സലാം പറഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. പിരിയുമ്പോൾ എല്ലാവരും പിരിത പഠിക്കണം. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ ഇനി ഇവിടെ എത്തിക്കണേന്ന് മനസ്സറിഞ്ഞ് ഉയർന്നിട്ടായിരിക്കണം നമ്മളൊക്കെ പിരിയേണ്ടത്. അള്ളാഹു നമുക്ക് വീണ്ടും വരാൻ ഭാഗ്യം നൽകുക. നമ്മുടെ കുടുംബാംഗങ്ങളോട് ബന്ധപ്പെട്ടവർ നമ്മളെപ്പോഴും ഉയർക്കുന്ന കാര്യം അവർക്കും വരാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. റഹ്മായ റബ്ബ് നമുക്ക് റാഹത്തായി വിഷമങ്ങളൊന്നുമില്ലാതെ നാളെ 9:40 9:50 ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന വിമാനത്തിൽ തകരാറുകളൊന്നും ഇല്ലാതെ അവിടെ എത്താനുള്ള ദിവസം പഠിച്ചവരെ വിഷമത്തിൽ ഒരു പ്രയാസത്തിൽ നമ്മൾ അനുഭവപ്പെടുത്താൻ ഫാത്തിഹ.